State Class 10 in the Production of Metals in the Chemistry chapter in the second part. അപ്പോൾ നമ്മൾ ഇത്ര നേരവും എങ്ങനെയാണ് ഒരു മെറ്റൽ ഒരു ഓറിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിന്റെ വേരിയസ് സ്റ്റേജസ് എന്തൊക്കെയാണെന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ നോക്കുന്നു പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത്രയും ടെക്നിക്സ്, ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കും. പിന്നെ അയണിന്റെ പ്രൊഡക്ഷനും കൂടി നോക്കും. Okay, so first question, why are so many different techniques available? അപ്പോൾ പല ടെക്നിക്കുകളും നമ്മുടെ മെറ്റലിന്റെ റിയാക്ടിവിറ്റി അനുസരിച്ചിട്ടാണ് വരുന്നത്. സോ ഓരോ റിയാക്ടിവിറ്റി മാറുമ്പോഴത്തേക്കും അതിന് യൂസ് ചെയ്യുന്ന ടെക്നോളജി മാറും. ഇപ്പൊ ഫസ്റ്റ് റിയാക്ടിവിറ്റി സീരീസ് ആണിത്. പൊട്ടാഷ്യം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം, അലൂമിനിയം എന്ന് പറയുന്ന റിയാക്ടിവിറ്റി സീരീസ്. അപ്പൊ ഫസ്റ്റ് സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ പൊട്ടാഷ്യം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം, അലൂമിനിയം. ഓക്കെ, അപ്പൊ ഈ ഇത്രയും സംഭവങ്ങളും ഭയങ്കര റിയാക്റ്റീവ് ആണ്. അപ്പൊ ഈ ഭയങ്കര റിയാക്റ്റീവ് ആണെങ്കിൽ അത് അതിന്റെ കോമ്പൗണ്ട്, ഈ പൊട്ടാഷ്യത്തിന്റെ ഇപ്പൊ KCl ഉണ്ടെന്ന് വിചാരിച്ചോളൂ, അതിന്റെ കോമ്പൗണ്ട് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. രണ്ടുപേരുടെയും ബോണ്ട് ഇവരെ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ നാച്ചുറലി ഇതിന് ഹയസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് വേണം. അതായത് ഇതിന് ഇലക്ട്രിസിറ്റിനെ കൊണ്ട് മാത്രമേ ഇതിനെ തമ്മിൽ പിരിക്കാൻ പറ്റുള്ളൂ. സോ എന്ത് ചെയ്യും, എങ്ങനെയാ നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യാം? ഇതിന്റെ കോമ്പൗണ്ട്സിന്റെ മോൾട്ടൻ ഫോം അതിനെ ഉരുക്കും. മോൾട്ടൻ കോമ്പൗണ്ട്സിലെ ഇലക്ട്രോലൈസ് ചെയ്യും, അതായത് ഇലക്ട്രിസിറ്റി കടന്നുവിടും. അങ്ങനെയാണ് നമ്മൾ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ബിക്കോസ് ദേ ആർ ഹൈലി റിയാക്റ്റീവ് ആൻഡ് ദ കോമ്പൗണ്ട്സ് ആർ വെരി വെരി സ്ട്രോങ്. It is very difficult to separate them. So highest form of reducing agent, which is electricity, is used for metal extraction. ഇനി മിഡിൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ സിങ്ക് തൊട്ട് ലെഡ് വരെയുള്ള സാധനം. ഓക്കെ, ലെഡ് വരെയുള്ള ആ ഒരു സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അത്ര റിയാക്റ്റീവ് ഒന്നുമല്ല, എന്നാൽ ഒട്ടും റിയാക്റ്റീവ് അല്ല എന്നും പറയാൻ പറ്റില്ല. ഓക്കെ, മിഡിൽ റിയാക്ടിവിറ്റി സീരീസ് ആണ്. ഇവരുടെ എല്ലാവരുടെയും ഓക്സൈഡ്സ് ആയിട്ടായിരിക്കും മിക്കവാറും അതിന്റെ ഓഡ്സ് ഉണ്ടാവുന്നത്. ഈ ഓക്സൈഡ്സിനെ നമുക്ക് ചുമ്മാ കാർബൺ കൊണ്ട് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് കൊണ്ട് റെഡ്യൂസ് ചെയ്ത് കിട്ടാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോ കോപ്പറിനെ നോക്കിക്കഴിഞ്ഞാലോ, കോപ്പർ മെറ്റൽ സൾഫൈഡ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, മെറ്റൽ സൾഫൈഡിനെ നമ്മൾ ആദ്യം ഓക്സിഡൈസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി ലാസ്റ്റ് രണ്ടെണ്ണം സിൽവറും ഗോൾഡും നോക്കിക്കഴിഞ്ഞാൽ അത് ഫ്രീ നേറ്റീവ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുന്നത്. സോ ഇലക്ട്രിക് സീരീസ് നോക്കിക്കഴിഞ്ഞാൽ, റിയാക്ടിവിറ്റി സീരീസ് നോക്കിക്കഴിഞ്ഞാൽ പൊട്ടാഷ്യം ടു അലുമിനിയം ഹൈലി റിയാക്റ്റീവ് ആണ്, അതുകൊണ്ട് അതിന്റെ മോൾട്ടൻ കോമ്പൗണ്ട്സിലെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് വിടും. സിങ്ക് തൊട്ട് ലെഡ് വരെ മിഡിൽ റിയാക്ടിവിറ്റി സീരീസ് ആണ്. സോ ഓക്സൈഡ്സിനെ നമ്മൾ കാർബൺ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യും. കോപ്പർ മെറ്റൽ സൾഫൈഡ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്, അതിനെ ആദ്യം ഓക്സിഡൈസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് റെഡ്യൂസ് ചെയ്യും. ഇനി സിൽവറും ഗോൾഡും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ നേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാകുന്നത്. സോ ഓരോരുത്തർക്കും ഓരോ റിയാക്ടിവിറ്റിയാണ്, അതുകൊണ്ട് ഓരോരോ മെത്തേഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ അതിന്റെ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി എന്തുകൊണ്ട് എല്ലാത്തിനെയും റെഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന പോലെ ആദ്യത്തെ ഹൈ റിയാക്റ്റീവ് ആണെങ്കിൽ ഇലക്ട്രിസിറ്റി വെച്ച് റെഡ്യൂസ് ചെയ്തു, മിഡിൽ റിയാക്ടിവിറ്റി ആണെങ്കിൽ കാർബൺ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് വെച്ച് റെഡ്യൂസ് ചെയ്തു, ഈ പറയുന്ന പോലെ കോപ്പർ ആണെങ്കിൽ ഓക്സിഡൈസ് ചെയ്യും പിന്നെ റെഡ്യൂസ് ചെയ്യും. അപ്പൊ എന്തുകൊണ്ട് റെഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത്? അപ്പൊ മെറ്റൽസിന്റെ ഒരു കഥ നോക്കാം. ഈ മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇലക്ട്രോൺസിന് ലൂസ് ചെയ്യാൻ നടക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ സോഡിയം എടുത്തു എന്ന് വിചാരിച്ചോ, സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്താ? 11 ആണ്. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281 ആണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഈ ഒരു ഇലക്ട്രോൺ കളഞ്ഞു കഴിഞ്ഞാൽ സോഡിയം സ്റ്റേബിൾ ആവും. ഓക്കെ, സോ എങ്ങനെയെങ്കിലും ഈ ഇലക്ട്രോൺ കളയാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണ് മെറ്റൽസ് എന്ന് പറയുന്ന ആൾക്കാർ. സോ അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ കളഞ്ഞിട്ടേ അവര് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുള്ളൂ. അപ്പൊ സോഡിയം ക്ലോറൈഡ് നോക്കിക്കഴിഞ്ഞാൽ സോഡിയം സുഖമായിട്ട് ക്ലോറിന് ഒരു ഇലക്ട്രോൺ കൊടുക്കും. ക്ലോറിൻ ആണെങ്കിൽ എനിക്ക് ഇലക്ട്രോൺ തായോ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആളാണ്. സോ ക്ലോറിൻ ഈ ഇലക്ട്രോൺ വാങ്ങിച്ച് കയ്യിൽ വെക്കുകയും ചെയ്യും. എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടി ഒന്നിച്ച് നടക്കും, സോഡിയം പോസിറ്റീവായിട്ടും ക്ലോറിൻ നെഗറ്റീവായിട്ടും. അങ്ങനെയാണ് ഉപ്പ് NaCl എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. അപ്പൊ സോഡിയം എക്സിസ്റ്റ് ആസ് എ പോസിറ്റീവ് അയോൺ ഇൻ ദ കോമ്പൗണ്ട്. അപ്പൊ ഇതൊരു അയോൺ ആണ്. അപ്പൊ അതിൽ നിന്നും തിരിച്ച് എനിക്ക് സോഡിയം മെറ്റൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഒരു ഇലക്ട്രോൺ കൊടുക്കണം, അല്ലെ? ഒരു ഇലക്ട്രോൺ കൊടുത്താലേ എനിക്ക് തിരിച്ച് സോഡിയം എന്ന് പറയുന്ന മെറ്റൽ കിട്ടുള്ളൂ. ഈ അയോണിൽ നിന്നും ഒരു ഇലക്ട്രോണും കൂടി നമ്മൾ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ സോഡിയം എന്ന് പറയുന്ന മെറ്റൽ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ ഈ ഒരു ഇലക്ട്രോൺ കൊടുക്കുന്ന പ്രോസസ്, ഇൻ കേസ് ആൻ അയോൺ ടേക്സ് അപ്പ് ആൻ ഇലക്ട്രോൺ, ഇറ്റ് ആക്സെപ്റ്റ്സ് വൺ ഇലക്ട്രോൺ, അതിനെ നമ്മൾ റിഡക്ഷൻ എന്നാണ് പറയുന്നത്. റിഡക്ഷൻ എന്ന് പറയുന്നത് എപ്പൊക്കെ പറയുന്ന അറിയോ? ഒന്നില്ലെങ്കിൽ ഓക്സിജൻ കളയുക, അല്ലെങ്കിൽ ഹൈഡ്രജൻ ആക്സെപ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുക.
ഈ 3 കേസസിലും ദ സബ്സ്റ്റൻസ് ഗോട്ട് റെഡ്യൂസ്ഡ് എന്ന് പറയും. അപ്പൊ സോഡിയത്തിന്റെ അയോണിനെ ഞാൻ ഇലക്ട്രോൺ സ്വീകരിപ്പിച്ചു, അതായത് റെഡ്യൂസ് ചെയ്യിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് സോഡിയത്തിന്റെ മെറ്റൽ തിരിച്ചു കിട്ടുള്ളൂ. Okay, so all the metals have a tendency to lose the electron and they exist as positive ions. The metal ion should accept an electron in order to become metal. So reduction must be done in order to get the metal. So answer മനസ്സിലായോ? എന്തുകൊണ്ടാണ് റിഡക്ഷൻ യൂസ് ചെയ്തതെന്നുള്ളതിന്റെ ആൻസർ ഒന്നുകൂടി റിവൈൻഡ് ചെയ്തിട്ട് ആ ആൻസർ എഴുതി വെച്ചോളൂ. അപ്പൊ എന്തൊക്കെ റെഡ്യൂസിങ് ഏജന്റ്സ് നമ്മൾ യൂസ് ചെയ്യാം? കാർബൺ യൂസ് ചെയ്യും, കാർബൺ മോണോക്സൈഡ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഹയസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് വിച്ച് ഇസ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യും. അപ്പൊ സോഡിയം ക്ലോറൈഡ് പോലെ സോഡിയം ഒക്കെ വളരെ റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ആണ് നമ്മള് ബോണ്ട് ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ വെരി സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ വെരി സ്ട്രോങ് ബോണ്ടാണ് സോഡിയം ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി പോലത്തെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ നമ്മൾ കഴിഞ്ഞു, കെമിസ്ട്രി ഓഫ് മെറ്റലർജി കഴിഞ്ഞു. ഇനി പഠിക്കാനുള്ളത് അയണിന്റെ എക്സ്ട്രാക്ഷൻ ആണ് അടുത്തത് പഠിക്കാനുള്ളത്. സോ അയണിന്റെ എക്സ്ട്രാക്ഷന് എന്തൊക്കെയാണ്? സാധാരണ നമ്മൾ പഠിച്ചിരിക്കുന്ന സ്റ്റേജ് തന്നെയാണ്. ആദ്യം ഓർ എടുക്കും, എന്നിട്ട് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമ്മൾ റിഫൈൻ ചെയ്യും. അപ്പൊ നമുക്കിപ്പോ തൽക്കാലം റിഫൈനിങ്ങിന്റെ പ്രോസസ് ഒന്നും പഠിക്കാനില്ല, പക്ഷെ കോൺസെൻട്രേഷൻ ഓഫ് ഓർ പഠിക്കാനുണ്ട്. മാത്രമല്ല മെറ്റൽ എക്സ്ട്രാക്ഷൻസിന്റെ 2 സ്റ്റെപ്പും പഠിക്കാനുണ്ട്. സോ എന്ത് ഓറ എടുക്കണേ? ഹെമറ്റൈറ്റ് എന്ന് പറയുന്ന ഓറാണ് നമ്മള് ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നത്. സോ ഹെമറ്റൈറ്റ് എന്ന് പറയുന്നതിന്റെ കെമിക്കൽ ഫോമുല എന്താണ്? Fe2O3. അപ്പൊ ഇത് അതും കൂടി എഴുതി വെക്കാം. Fe2O3 ആണ് നമ്മുടെ ഹെമറ്റൈറ്റ് ഓർ. അപ്പൊ ഈ പറയുന്ന പോലെ ഓറിൽ കുറെ ചെളിയുണ്ടാവും. ഓക്കെ, ആ ഇംപ്യൂരിറ്റീസിനെ ആദ്യം മാറ്റണം. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? കോൺസെൻട്രേഷൻ ഓഫ് ഓർ. അപ്പൊ എന്ത് മെത്തേഡാ യൂസ് ചെയ്യാം? ഹൈഡ്രോളിക് വാഷിംഗ് ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് പറയാൻ തോന്നുന്നത് നമുക്ക് മാഗ്നറ്റിക് സെപ്പറേഷൻ വെച്ചിട്ട് ചെയ്യും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് ആണ് യൂസ് ചെയ്യാം. എന്താ കാരണം? നമ്മുടെ ഓർ എന്ന് പറയുന്നത് ഇംപ്യൂരിറ്റീസിനെക്കാളും വളരെ ഹെവിയാണ്. അതുകൊണ്ടാണ് ഹൈഡ്രോളിക് വാഷിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഓറിനെ പൗഡർ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഹൈഡ്രോളിക് വാഷിംഗ് ചെയ്യും. അങ്ങനെ നമ്മൾ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യണം. മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് 2 സ്റ്റെപ്പ് ഉണ്ടല്ലോ. ആദ്യം നമ്മൾ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണേ? ഒന്നിലേക്ക് കാൽസിനേഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നു പറഞ്ഞില്ലേ. പക്ഷെ നമ്മുടെ ആളെ എന്ത് വെച്ചിട്ടാണ് ചെയ്യണേ? റോസ്റ്റിംഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഹെമറ്റൈറ്റിനെ റോസ്റ്റ് ചെയ്യാണ് ചെയ്യാം. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? It is heated to a temperature which is less than the melting point of iron with air. എയറും കൂടി വെച്ചിട്ടാണ് നമ്മൾ ചൂടാക്കുന്നത്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? ഇങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ കുറെ ഇംപ്യൂരിറ്റീസ് പോകും. സൾഫർ, ഫോസ്ഫറസ് പോലത്തെ ഇംപ്യൂരിറ്റീസ് ഒക്കെ ഗേഷ്യസ് ഓക്സൈഡ്സ് ആയിട്ട് പുറത്തേക്ക് പോകും. സൾഫർ ഡൈ ഓക്സൈഡ്, ഫോസ്ഫറസ് ഓക്സൈഡ് ഒക്കെ ആയിട്ട് പുറത്തേക്ക് പോകും. മാത്രമല്ല വാട്ടറും എക്സ്പെൽ ആവും. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? ഇതില് മണ്ണുണ്ടാവും, സിലിക്കൺ ഡൈ ഓക്സൈഡ് എന്ന് പറയണ ചെളി ഉണ്ടാവും. ഓക്കെ, സിലിക്കൺ ഡൈ ഓക്സൈഡ് ഇതിൽ തിരിച്ചുണ്ടാവും. നമുക്ക് റോസ്റ്റ് ചെയ്താലൊന്നും ഈ സിലിക്കൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോവില്ല. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോണേ? കൺവേർട്ടിംഗ് ടു ഓക്സൈഡ്. അതിന് വേണ്ടിയിട്ട് റോസ്റ്റിംഗ് ചെയ്യും. റോസ്റ്റിംഗ് ചെയ്യുമ്പോഴത്തേക്കും കുറെ ഇംപ്യൂരിറ്റീസ് ലൈക് സൾഫർ, ഫോസ്ഫറസ് ഒക്കെ ഗേഷ്യസ് ഓക്സൈഡ് ആയിട്ട് പുറത്തേക്ക് പോകും. വാട്ടറും എക്സ്പെൽ ആവും. പക്ഷെ സിലിക്കൺ ഡൈ ഓക്സൈഡ് ഒരു രക്ഷയില്ല, അത് പുറത്തേക്ക് പോവില്ല. അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? റോസ്റ്റിംഗ് കഴിഞ്ഞു, ഇനി അടുത്തത് റിഡക്ഷൻ ഉണ്ട്. പക്ഷെ റിഡക്ഷൻ മാത്രം മതിയോ? ഈ സിലിക്കൺ ഡൈ ഓക്സൈഡിനെ പുറത്താക്കണം. അപ്പൊ സിലിക്കൺ ഡൈ ഓക്സൈഡിനെ പുറത്താക്കുകയും വേണം, റിഡക്ഷനും ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ നമ്മള് അതിനു വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ബ്ലാസ്റ്റ് ഫേർണസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. ഈ ബ്ലാസ്റ്റ് ഫേർണസ് നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ ആദ്യം നമ്മള് ഹെമറ്റൈറ്റിനെ റോസ്റ്റ് ചെയ്തല്ലോ. ആ റോസ്റ്റ് ചെയ്ത ഹെമറ്റൈറ്റും കോക്കും ലൈമും കൂടിയിട്ട് നമ്മൾ ഈ ബ്ലാസ്റ്റ് ഫേർണസിലേക്ക് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാ കൊടുക്കണേ? ഫോർ റിഡക്ഷൻ ആസ് വെൽ ആസ് ടു റിമൂവ് സിലിക്കൺ ഡൈ ഓക്സൈഡ്. 2 കാര്യങ്ങളാണ് ഈ ബ്ലാസ്റ്റ് ഫേർണസിന്റെ ഉള്ളിൽ നടക്കണേ. എന്തൊക്കെയാണ്? റെഡ്യൂസ് ചെയ്തിട്ട് മെറ്റലും എക്സ്ട്രാക്ട് ആവും, മാത്രമല്ല സിലിക്കൺ ഡൈ ഓക്സൈഡും പുറത്തേക്ക് വരും. ആദ്യം സിലിക്കൺ ഡൈ ഓക്സൈഡിനെ എടുത്ത് കളയണം, കൂട്ടത്തില് നമ്മുടെ മെറ്റൽ റെഡ്യൂസ്ഡ് ആയിട്ട് പുറത്തേക്കും കൂടി വരണം. അപ്പൊ എന്തൊക്കെയാ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ബ്ലാസ്റ്റ് ഫേർണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാധനം? ബ്ലാസ്റ്റ് ഫേർണസ് ഇസ് ഒരു ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു സ്റ്റീൽ ഫേർണസ് ആണ്. ഓക്കെ, ഹ്യൂജ് ആയിട്ടുള്ള സ്റ്റീൽ ഫേർണസ് ആണ്. ഇതിന് ഭയങ്കര ഹൈ ടെമ്പറേച്ചേഴ്സ് ടോളറേറ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ, ഇത് മുഴുവനും കുറെ ഒരു എന്താ പറയാ റിഫ്രാക്ടറി മെറ്റീരിയൽ വെച്ചിട്ട് കോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഹൈ ടെമ്പറേച്ചേഴ്സ് അതിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റണം. സോ വാട്ട് ഇസ് ബ്ലാസ്റ്റ് ഫർണസ്? ഇറ്റ് ഇസ് എ ഹ്യൂജ് സ്റ്റീൽ ഫർണസ്. ഇറ്റ് ഇസ് lined with refractory material and it can withstand high temperature. ഇനി നമുക്ക് എന്തൊക്കെയാ സംഭവിക്കണേ നോക്കാം. ബ്ലാസ്റ്റ് ഫർണസിന്റെ ഉള്ളിലോട്ട് എന്താ നമ്മൾ കൊടുക്കണേ? റോസ്റ്റഡ് ഹെമറ്റൈറ്റും കോക്കും ലൈമും കൂടിയിട്ട് കൊടുക്കും. അപ്പൊ ഈ കോക്ക് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? അത് കാർബൺ ആണ്. കാർബണിന്റെ ഒരു ഫോമിനെയാണ് നമ്മൾ കോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, കാർബണിന്റെ ഒരു ഫോമിനെയാണ് കോക്ക് എന്ന് പറയുന്നത്. പ്ലസ് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാധനം? കാൽഷ്യം കാർബണേറ്റിനെയാണ് നമ്മള് ലൈം എന്ന് പറയുന്നത്. അപ്പൊ റോസ്റ്റഡ് ഹെമറ്റൈറ്റും കോക്കും ലൈമും കൂടിയിട്ട് നമ്മൾ ഫീഡ് ചെയ്യും. അപ്പൊ നമ്മൾ എന്തൊക്കെയാ നോക്കിയാൽ കോക്ക് എന്ന് പറയുന്ന കാർബൺ ആണെന്ന് അറിയാം, ലൈം എന്ന് പറയുന്ന കാൽഷ്യം കാർബണേറ്റ് ആണെന്ന് അറിയാം. അപ്പൊ ഇത് എവിടെന്നാ ഫീഡ് ചെയ്യുക? ഇത് മോളിൽ നിന്നിട്ട് ഫീഡ് ചെയ്യും. ഓക്കെ, ഫ്രം ദ ടോപ്പ് പോർഷൻ ദിസ് പെർട്ടിക്കുലർ മിക്സ്ചർ ഇസ് ഫെഡ്. താഴെ നിന്ന് എന്ത് ചെയ്യുന്നറിയോ? ബ്ലാസ്റ്റ് ഓഫ് ഹോട്ട് എയർ വിത്ത് ഓക്സിജൻ. ഓക്സിജനും കൂടി ഉണ്ടാവും. ഭയങ്കര ഹോട്ടായിട്ട് ചൂടായിട്ടുള്ള 1000 ഡിഗ്രി സെൽഷ്യസിലുള്ള എയർ താഴെ നിന്ന് മുകളിലേക്ക് കടത്തിവിടും. അതെന്താ സംഭവിക്കണേ എന്നുള്ളത് നമുക്കിനി പതുക്കെ പതുക്കെ നോക്കണം. ഓക്കെ, അപ്പൊ ഈ ബ്ലാസ്റ്റ് ഫർണസിന്റെ ഇടയിൽ 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, സിലിക്കൺ ഡയോക്സൈഡിനെ പിടിച്ചിട്ട് റിമൂവ് ചെയ്യും. സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് റിമൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഈ എന്തിനാണ് ഓരോരോ സാധനങ്ങൾ യൂസ് ചെയ്യണത് നമുക്ക് നോക്കാം. ആദ്യത്തെ കഥാപാത്രം കാൽഷ്യം കാർബണേറ്റ്. അപ്പൊ കാൽഷ്യം കാർബണേറ്റ് എന്ത് സംഭവിക്കുന്ന അറിയോ? കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ലൈമിനെ എന്തിനാ യൂസ് ചെയ്യണേ? സിലിക്കൺ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഇംപ്യൂരിറ്റി ആണല്ലോ. സോ ദിസ് ഇംപ്യൂരിറ്റി ഈസ് വെരി ഡിഫിക്കൾട്ട് ടു റിമൂവ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഗാങ്. ഗാങ് ഇസ് എൻ ഇംപ്യൂരിറ്റി വിച്ച് ഇസ് വെരി ഡിഫിക്കൾട്ട് ടു സെപ്പറേറ്റ്. സോ ദിസ് ഇസ് നോൺ ആസ് ഗാങ്. ഈ ഗാങ്ങിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ കാൽഷ്യം കാർബണേറ്റ് യൂസ് ചെയ്യുന്നത്. സോ ദ സബ്സ്റ്റൻസ് യൂസ് ടു സെപ്പറേറ്റ് ഗാങ് ഇസ് നോൺ ആസ് ഫ്ലക്സ്. ഓക്കെ, flux is used to remove gang. Gang is an impurity which is very difficult to separate. സോ ഇതിന്റെ ഫ്ലക്സ് എന്താണ്? കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ കാൽഷ്യം കാർബണേറ്റ് ഭയങ്കരമായിട്ട് ചൂടാണ്. കാരണം ഈ ബ്ലാസ്റ്റ് ഫർണസിന്റെ ഉള്ളിൽ ഭയങ്കര ചൂടാണ്. ഉള്ളില് ഭയങ്കരമായിട്ടുള്ള ചൂടുള്ള കാറ്റാണ് നമ്മൾ കടത്തിവിടണേ. അപ്പൊ ഈ ഭയങ്കര ചൂടില് കാൽഷ്യം കാർബണേറ്റ് അങ്ങോട്ട് ഡീകമ്പോസ് ആവും. എങ്ങനെ ഡീകമ്പോസ് ആവും? കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറും. അപ്പൊ ഈ കാൽഷ്യം ഓക്സൈഡ് എന്ത് ചെയ്യുന്നറിയോ? കാൽഷ്യം ഓക്സൈഡ് സിലിക്കൺ ഡയോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യും. CaO പ്ലസ് SiO2 2 പേരും കൂടി ചേർന്നിട്ട് കാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. CaSiO3 കാൽഷ്യം സിലിക്കേറ്റ് ഉണ്ടാവും. ഈ കാൽഷ്യം സിലിക്കേറ്റ് എന്ത് ചെയ്യുന്നറിയോ? അത് മെൽറ്റ് ചെയ്യും. കാൽഷ്യം സിലിക്കേറ്റ് ഇവിടെ ആവുമ്പോഴത്തേക്ക് മെൽറ്റ് ചെയ്യും. കാൽഷ്യം ഓക്സൈഡും സിലിക്കൺ ഡയോക്സൈഡും കൂടി റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം സിലിക്കേറ്റ് ഫോം ചെയ്യും. അത് മെൽറ്റ് ചെയ്തിട്ട് ഇവിടെ താഴെ മോൾട്ടൺ അയനാണ്. ഈ റെഡ് കളറിൽ കാണുന്ന മോൾട്ടൺ അയന. അതിന്റെ മുകളിൽ പേർപ്പിൾ കളറിൽ കാണുന്നതാണ് കാൽഷ്യം സിലിക്കേറ്റ്. ഉരുകി ഈ മോൾട്ടൺ അയന്റെ മുകളിൽ വന്നിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യും. എന്നിട്ട് ഈ കാൽഷ്യം സിലിക്കേറ്റിനെ നമ്മൾ പതുക്കെ പുറത്തേക്ക് കളയും. അതായത് റിമൂവബിൾ ഫോമിലാക്കി നമ്മുടെ ഫ്ലക്സ്, നമ്മുടെ ഇംപ്യൂരിറ്റി ആയ സിലിക്കൺ ഡയോക്സൈഡ്, ഗാങ് ആയ സിലിക്കൺ ഡയോക്സൈഡിനെ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ഫ്ലക്സ് വന്ന് റിയാക്ട് ചെയ്തു. എന്നിട്ട് കാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറയുന്ന വേറൊരു രൂപത്തിലാക്കി. ഈ ഒരു സംഭവം നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അപ്പൊ ഇതൊരു മോൾട്ടൻ മെറ്റലായി മാറി. ഈ മോൾട്ടൻ മെറ്റൽ എനിക്ക് റിമൂവ് ചെയ്യാം. ഈ മെറ്റീരിയലിനെയാണ് നമ്മൾ സ്ലാഗ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ മെറ്റൽ എക്സ്ട്രാക്ഷൻ പ്രോസസ്, കുറെ മെറ്റൽ എക്സ്ട്രാക്ഷൻ പ്രോസസ്സിൽ എന്താ പറയാ, പല ഫ്ലക്സുകൾ ഉണ്ടാവും, പല ഗാങ്ങുകൾ ഉണ്ടാവും, പല സ്ലാഗുകൾ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ സ്ലാഗ് എന്ന് പറയുന്നത് എന്താ? കാൽഷ്യം സിലിക്കേറ്റ് ആണ് ഇതിന്റെ സ്ലാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കാൽഷ്യം സിലിക്കേറ്റ് എവിടെ ഉണ്ടാവുക? മോൾട്ടൺ അയന്റെ മുകളിലാണ് ഉണ്ടാവുന്നത്. അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു. സോ ദ സ്ലാഗ് ഹിയർ ഇസ് കാൽഷ്യം സിലിക്കേറ്റ് ആൻഡ് ഇറ്റ് ഇസ് റിമൂവ്ഡ് ഫോർ ദ ഡ്യൂറിംഗ് ദ എക്സ്ട്രാക്ഷൻ പ്രോസസ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് മോൾട്ടൺ അയന്റെ മുകളിൽ വന്നത്? ബിക്കോസ് കാൽഷ്യം സിലിക്കേറ്റ് ഈസ് ലൈറ്റർ ദാൻ ദ മോൾട്ടൺ അയൺ. അതുകൊണ്ടാണ് ഇത് ഇതിന്റെ മുകളിൽ വന്നത്. ഓക്കെ, സോ ഒന്നുകൂടി നമുക്ക് നോക്കാം ഫ്ലക്സിന്റെയും ഗാങ്ങിന്റെയും സ്ലാഗിന്റെയും ഡെഫിനിഷനാണ്. ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താ? ഫ്ലക്സ് ഇസ് എ സബ്സ്റ്റൻസ് which helps in removing the impurities which are difficult to separate. So the impurities which are difficult to separate is known as gang. So ultimately flux is a substance which helps in removing gang. Okay, and how is it removed? The gang is removed as a molten material called slag. Okay,
flux and gang react together to form slag and this slag is removed. ഓക്കെ, ഇനി ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഇപ്പൊ നമ്മളുടെ ഗാങ് എന്ന് പറയുന്നത് എന്താണ്? സിലിക്കൺ ഡയോക്സൈഡ് ആണ്. ഇപ്പൊ സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് അസിഡിക് നേച്ചർ ഉള്ള സാധനമാണ്. ഓക്കെ, അസിഡിക് ആണ്. അപ്പൊ നമ്മുടെ ഗാങ് അസിഡിക് ആണെങ്കിൽ നമ്മുടെ ഫ്ലക്സ് ബേസിക് നേച്ചർ ആയിരിക്കും. ഓക്കെ, സിലിക്കൺ ഡയോക്സൈഡിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഫ്ലക്സ് ആണ് യൂസ് ചെയ്തത്? കാൽഷ്യം ഓക്സൈഡ് ആണ് യൂസ് ചെയ്തത്. അപ്പൊ കാൽഷ്യം കാർബണേറ്റ് അല്ല, അത് നോക്കണം. കാരണം കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ആയിട്ട് കാൽഷ്യം ഓക്സൈഡ് ആയി. സോ കാൽഷ്യം ഓക്സൈഡ് ആണ് നമ്മുടെ ഫ്ലക്സ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ നമ്മുടെ ഗാങ് അസിഡിക് ആയതുകൊണ്ട് ഫ്ലക്സ് ബേസിക് ഇൻ നേച്ചർ ആയിരുന്നു. ഇനി അഥവാ തിരിച്ചാണെങ്കിലോ, ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കോപ്പറിന്റെ എക്സ്ട്രാക്ഷന്റെ സമയത്ത് കോപ്പർ സൾഫൈഡ് ഓറായിട്ടാണ് ഉണ്ടാവുക. കോപ്പർ സൾഫൈഡിന്റെ ഗാങ് എന്താണെന്നറിയോ? അയൺ ഓക്സൈഡ്. ഈ അയൺ ഓക്സൈഡ് എന്ന് പറയുന്നത് ബേസിക് ഇൻ നേച്ചർ ആണ്. അതുകൊണ്ട് എന്താ? അസിഡിക് നേച്ചർ ഉള്ള സിലിക്കൺ ഡയോക്സൈഡ് ആണ് നമ്മൾ ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കുക. സിലിക്കൺ ഡയോക്സൈഡും അയൺ ഓക്സൈഡും കൂടി ചേർന്നിട്ട് അയൺ സിലിക്കേറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കും. ഇതാണ് നമ്മുടെ സ്ലാഗ്. ഇതെടുത്തിട്ട് റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ നേച്ചർ ഓഫ് ഗാങ് അനുസരിച്ചിട്ട്, നേച്ചർ ഓഫ് ഗാങ് എന്ന് പറയുന്നത് അസിഡിക് ആണെങ്കിൽ നമ്മൾ ബേസിക് നേച്ചറുള്ള ഫ്ലക്സ് യൂസ് ചെയ്യും. നേരെ തിരിച്ചാണെങ്കിലോ, നമ്മുടെ ഗാങ് എന്ന് പറയുന്ന ബേസിക് നേച്ചർ ആണെങ്കിൽ ഫ്ലക്സ് എന്ന് പറയുന്ന അസിഡിക് നേച്ചറുള്ള സംഭവം നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, സോ കമ്മിങ് അഗെയിൻ ടു അവർ അയൺ എക്സ്ട്രാക്ഷൻ പ്രോസസ്. അയൺ എക്സ്ട്രാക്ഷൻ പ്രോസസ്സിൽ എന്തൊക്കെയാ നമ്മൾ ചെയ്തത് ഇതുവരെ? നമ്മൾ ആദ്യം ഹെമറ്റൈറ്റിനെ പിടിച്ചിട്ട് റോസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് റോസ്റ്റഡ് ഹെമറ്റൈറ്റും കോക്കും ലൈമും കൂടി മോളിന്നിട്ടപ്പോഴത്തേക്കും നമ്മൾ ലൈമിന്റെ യൂസ് നോക്കി. അതിൽ കാൽഷ്യം കാർബണേറ്റ് ചൂടത്തെ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറി. ഈ കാൽഷ്യം ഓക്സൈഡും സിലിക്കൺ ഡൈ ഓക്സൈഡും കൂടി കമ്പൈൻ ചെയ്തിട്ട് കാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറയുന്ന സ്ലാഗ് ആയിട്ട് മാറി. എന്നിട്ട് അത് ഉരുകി മോൾട്ടൺ അയണിന്റെ മോളിൽ വന്നിട്ട് സെറ്റിൽ ഡൗൺ ചെയ്തു. എന്നിട്ട് ഈ സംഭവത്തിനെ പിടിച്ച് റിമൂവ് ചെയ്തു. ഇത് എവിടെയാണ് നടക്കാന്നറിയാം? ലോവർ ഹോട്ട് റീജിയനിലാണ് നടക്കുന്നത്. ഓക്കെ, നമ്മുടെ സ്റ്റീൽ ഫേർണസിന്റെ ലോവർ ഹോട്ട് റീജിയനിലാണ് ഈ സംഭവം നടക്കുക. ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം. അപ്പൊ നമ്മുടെ കാൽഷ്യം കാർബണേറ്റിന്റെ ഒന്നുകൂടി പറയാം. കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസസ് ടു കാൽഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. കാൽഷ്യം ഓക്സൈഡ് റിയാക്ട്സ് വിത്ത് സിലിക്കൺ ഡൈ ഓക്സൈഡ് ടു ഫോം കാൽഷ്യം സിലിക്കേറ്റ്. Calcium silicate melts. This floats above the molten iron as calcium silicate is light and this is removed. Okay, ഇനി അടുത്ത കഥാപാത്രം ആരാത്? കോക്കാണ് ഉള്ളത്. അപ്പൊ കോക്ക് ഇപ്പൊ കാൽഷ്യം സിലിക്കൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ആകെ ഒരു പണിയല്ലേ ഉള്ളൂ, റെഡ്യൂസ് ചെയ്യാ എന്നുള്ള പണിയേ ഉള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എനിക്ക് റെഡ്യൂസിങ് ഏജന്റ് വേണം. റെഡ്യൂസിങ് ഏജന്റ് ഉണ്ടാക്കാനാണ് നമ്മുടെ കോക്ക് ഉള്ളത്. അതായത് കാർബൺ മോണോക്സൈഡ് ആണ് എന്റെ റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ കാർബൺ മോണോക്സൈഡ് എങ്ങനെയാണ് കോക്ക് ഉണ്ടാവാൻ പോണേ എന്നുള്ളതാണ് അടുത്തത് നോക്കാനുള്ളത്. അപ്പൊ കോക്ക് എന്ത് ചെയ്യുന്നറിയോ? കോക്ക് എന്ന് പറയുന്നത് കാർബൺ ആണ്. സോ കാർബൺ മോളിന്നിട്ടു, കോക്ക് മോളിന്നിട്ടു ആൻഡ് ഹോട്ടായിട്ടുള്ള എയറില് താഴെ നിന്നും മുകളിലേക്ക് വന്നു. ഹോട്ടായിട്ടുള്ള എയർ താഴെ നിന്ന് മുകളിലേക്ക് പമ്പ് ചെയ്ത് കയറ്റാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഈ മോളിൽ നിന്ന് വരുന്ന കാർബണും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ഹീറ്റുമായിട്ട് മാറും. ഓക്കെ, മോളിൽ നിന്ന് വരുന്ന കാർബണും ഈ ഹോട്ട് എയറിലുള്ള ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ഹീറ്റുമായിട്ട് മാറും. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ റിയാക്ഷനിൽ ഹീറ്റും കൂടി ഇവോൾവ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു റിയാക്ഷൻ നടക്കുന്ന സ്ഥലത്തിന്റെ ടെമ്പറേച്ചർ കൂടി ഓൾമോസ്റ്റ് 1800 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറും. ഭയങ്കരമായിട്ട് ചൂടാവും. ബിക്കോസ് ഹീറ്റ് ഇസ് ഇവോൾവ്ഡ് ഇൻ ദിസ് റിയാക്ഷൻ. സോ ദിസ് റിയാക്ഷൻ ഇസ് എക്സോതെർമിക്. എന്നിട്ട് എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ചൂടായി കഴിഞ്ഞാൽ, നമ്മുടെ എയർ ചൂടായി കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പോവല്ലോ. കാരണം ഇവിടെ ഈ ഭാഗത്ത് എയർ ചൂടായി കഴിഞ്ഞാൽ 1800 ഡിഗ്രി ആയി കഴിഞ്ഞാൽ ചൂടായിട്ടുള്ള എയർ മാത്രമല്ല അതിന്റെ കൂട്ടത്തില് കാർബൺ ഡൈ ഓക്സൈഡും കൂടി മുകളിലേക്ക് പോകും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ പിന്നീട് വരുന്ന കോക്ക് റെഡ്യൂസ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡിനെ കോക്ക് തന്നെ റെഡ്യൂസ് ചെയ്യും. ആദ്യം കാർബണും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ചൂടും കൂടി ഉണ്ടാവും. ഈ ചൂടുള്ള കാർബൺ ഡൈ ഓക്സൈഡും എയറും കൂടിയിട്ട് മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ഹീറ്റും കൂടിയിട്ട് ചൂടുള്ള എയറും കൂടി മുകളിലേക്ക് പോകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ കോക്ക് തന്നെ റെഡ്യൂസ് ചെയ്യും. എങ്ങനെ റെഡ്യൂസ് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് കാർബൺ, ആ കോക്ക് പ്ലസ് ഹീറ്റ്, ചൂട് അബ്സോർബ് ചെയ്തിട്ട് അത് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. ഓക്കെ, ഇങ്ങടേക്ക് ആദ്യം കാർബൺ വരും, കോക്ക് വരും, എന്നിട്ട് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ അവിടെ ചൂട് കൂടും, കാരണം എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ആ ഉണ്ടായ കാർബൺ ഡൈ ഓക്സൈഡും ഹോട്ട് എയറും കൂടി മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോകുമ്പോൾ പിന്നീട് വരുന്ന കോക്ക്, അതായത് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് വീണ്ടും റിയാക്ട് ചെയ്യും.
എന്നിട്ട് എന്താ ചൂടും കൂടി കുറച്ച് അബ്സോർബ് ചെയ്യും, എന്നിട്ട് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹീറ്റ് അബ്സോർബ് ചെയ്തു, അതുകൊണ്ട് ഈ ഭാഗത്തുള്ള ടെമ്പറേച്ചർ കുറച്ച് കുറവായിരിക്കും, ഫേർണസിലുള്ള ടെമ്പറേച്ചർ കുറച്ച് കുറവായിരിക്കും, ബിക്കോസ് ദിസ് ഇസ് ആൻ എൻഡോതെർമിക് റിയാക്ഷൻ. എന്നിട്ട് എന്താ കാർബൺ മോണോക്സൈഡ് തിരിച്ച് നടുക്ക് വരും. എന്നിട്ട് അത് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഈ ഇവിടെ വരുന്ന കാർബൺ മോണോക്സൈഡ് അയൺ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും, ഹെമറ്റൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്താ ഇവിടെ നിന്നുള്ള ഓക്സിജനെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. എന്നിട്ട് അയൺ മെറ്റലും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് തരും. ദാറ്റ് ഈസ് ദിസ് റിമൂവ്സ് ഓക്സിജൻ, ദാറ്റ് ഈസ് അയൺ ഓക്സൈഡ് ഇസ് റെഡ്യൂസ്ഡ്. ഓക്സിജൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വി സേ ദാറ്റ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. അങ്ങനെ നമുക്ക് അയൺ മെറ്റൽ കിട്ടി. ഈ അയൺ മെറ്റൽ എന്താണ്? അയൺ മെറ്റല് മെൽറ്റ് ചെയ്തിട്ട് മോൾട്ടൻ ലിക്വിഡ് ആയിട്ട് ഏറ്റവും ബോട്ടമിൽ വന്നിട്ട് കളക്ട് ആവും. സ്ലാഗ് അതിന്റെ മുകളിൽ വന്ന് കളക്ട് ആവും. രണ്ടെണ്ണത്തിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ എന്തിനാണ് കോക്ക് ഇട്ടത്? കോക്ക് ആദ്യം താഴേക്ക് വരും, ഇവിടെ ഹോട്ട് എയർ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആവും. അപ്പൊ ചൂട് ഇവോൾവ് ആവും. അപ്പൊ ചൂടുള്ള എയർ, ഹോട്ട് എയർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് റൈസസ് അപ്പ്. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? ഈ ഇവിടെ വീണ്ടും കോക്ക് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട് ചെയ്തിട്ട് ഇവിടെ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. ഹിയർ ടെമ്പറേച്ചർ ഇസ് അബ്സോർബ് ബിക്കോസ് ഇറ്റ് ഇസ് ആൻ എൻഡോതെർമിക് റിയാക്ഷൻ. അവിടെ ഉണ്ടാവുന്ന കാർബൺ മോണോക്സൈഡ് മിഡിൽ സെക്ഷനിൽ വരും. ആ ഇവിടെ മിഡിൽ സെക്ഷനിൽ വരുമ്പോൾ കാർബൺ മോണോക്സൈഡ് ഹെമറ്റൈറ്റ്, അതായത് അയൺ ഓക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യും. ആൻഡ് ദെൻ അയൺ ഓക്സൈഡ് ഇസ് റെഡ്യൂസ്ഡ് ആൻഡ് ദ മെറ്റൽ ഇസ് ഒബ്റ്റെയിൻഡ്. അയൺ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. ദിസ് അയൺ സെറ്റിൽസ് ഡൗൺ. ഇവിടെ ഉണ്ടാവണ ഈ നടുക്കത്തെ റീജിയനിൽ ഉണ്ടാവണ അയൺ സെറ്റിൽസ് ഡൗൺ ആസ് മോൾട്ടൺ അയൺ. അതിന്റെ മുകളിൽ സ്ലാഗ് സെറ്റിൽ ഡൗൺ ചെയ്യും. ആ സ്ലാഗിന്റെ വഴിക്ക് റിമൂവ് ചെയ്യും. ഈ പറയുന്ന പോലെ മോൾട്ടൺ അയൺ സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ നോക്കി കഴിഞ്ഞാൽ മോൾട്ടൺ അയണിനെ കളക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമ്മൾ കുറെ പ്രോസസ്സ് ഫോളോ ചെയ്തു അയൺ ഓക്സൈഡിൽ. ഫസ്റ്റ് നമ്മൾ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്തു, ഹൈഡ്രോളിക് വാഷിംഗ് വെച്ചിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറെ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ആയി. റോസ്റ്റഡ് ഹെമറ്റൈറ്റും കോക്കും ലൈമും കൂടിയിട്ട് നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിന്റെ ഉള്ളിലേക്ക് ഇട്ടു. അവിടെ സിലിക്കൺ ഡയോക്സൈഡും റിമൂവ് ആയി. മാത്രമല്ല റിഡക്ഷനും നടന്നു. ആൻഡ് അൾട്ടിമേറ്റ്ലി വി ഗോട്ട് ദ മോൾട്ടൺ മെറ്റൽ. അപ്പൊ ഈ മോൾട്ടൺ മെറ്റൽ ഇപ്പൊ കളക്ട് ചെയ്തിരിക്കുന്ന മെറ്റൽ എന്ന് പറയുന്നതിനെയാണ് പിഗ് അയൺ എന്ന് പറയാം. സോ ഈ പിഗ് അയൺ എന്ന് പറയുന്നത് എക്സ്ട്രീംലി പ്യുവർ ആണോ? അല്ല. ആ പിഗ് അയണിൽ കുറെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. എന്തൊക്കെയാ? അതിൽ 4% കാർബൺ ഉണ്ടാവും. ആൻഡ് ചില ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് മാംഗനീസ്, സിലിക്കൺ, ഫോസ്ഫറസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ പിഗ് അയണിനെ ഇനി നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ റിഫൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന അറിയോ? നമ്മൾ കുറെ സ്ക്രാപ്പ് അയൺ ആയിട്ട് മിക്സ് ചെയ്യും. നമ്മൾ സ്ക്രാപ്പ് അയൺ എന്ന് പറയുന്നതാണ് ഈ സംഭവം. നമ്മൾ ഈ പാട്ടയൊക്കെ എടുക്കാൻ വരില്ലേ, തുരുമ്പ് പാട്ടകളൊക്കെ എടുക്കാൻ വരില്ലേ, അയൺ സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്യും. അത് സ്ക്രാപ്പ് അയൺ. ഈ സ്ക്രാപ്പ് അയൺ ആയിട്ട് മിക്സ് ചെയ്തിട്ട് കോക്കും കൂടി മിക്സ് ചെയ്യും. അതൊരു സ്പെഷ്യൽ ഫേർണസിലാണ് മിക്സ് ചെയ്യുക. അതായത് ഈ പിഗ് അയണും സ്ക്രാപ്പ് അയണും കോക്കും കൂടി ഒരു സ്പെഷ്യൽ ഫേർണസിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിനെ കുറച്ചും കൂടി റിഫൈൻ ചെയ്യും. അങ്ങനെ പിഗ് അയണിൽ നിന്നും നമുക്ക് കാസ്റ്റ് അയൺ കിട്ടും. അപ്പൊ പിഗ് അയണില് 4% കാർബൺ ഉണ്ടായിരുന്നു, പക്ഷെ കാസ്റ്റ് അയണില് 3% കാർബണേ ഉള്ളൂ. അപ്പൊ ഈ കാസ്റ്റ് അയണിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നമുക്ക് അത് കുറച്ച് എക്സ്പാൻഡ് ആവും. അത് കൂള് ചെയ്യുമ്പോ, അത് സോളിഡിഫൈ ആവുമ്പോ കുറച്ച് അങ്ങോട്ട് എക്സ്പാൻഡ് ആവും. അതുകൊണ്ട് നമ്മൾ ഈ മോൾഡുകളിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അതിന്റെ മോൾഡ് ഉണ്ടാക്കില്ലേ? ഇപ്പൊ പാവയുടെ മോൾഡ് ഉണ്ടാക്കും. ആ മോൾഡ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളില് നമ്മള് അയൺ, ഈ ഉരുക്കിയ കാസ്റ്റ് അയൺ ഇടും. അത് കഴിഞ്ഞിട്ട് അത് സോളിഡിഫൈ ആവുമ്പോഴത്തേക്ക് അതങ്ങ് കറക്റ്റ് ആയിട്ട് ഒട്ടിപ്പിടിക്കും. കാരണം എന്താണ്? അത് കുറച്ച് എക്സ്പാൻഡ് ആയിട്ട് ഫുൾ മോൾഡില് പോയി കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മോൾഡ് പൊട്ടിച്ച് കളയും. അപ്പൊ നമുക്ക് കറക്റ്റ് പാവയുടെ രൂപത്തിൽ കിട്ടും. സോ ഈ അതുകൊണ്ട് ഇങ്ങനെ കുറെ മോൾഡിലൊക്കെ വെച്ചിട്ട് കുറെ ഷേപ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. പക്ഷെ കാസ്റ്റ് അയണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ ഭയങ്കര ഹാർഡാണ്. പക്ഷെ ഭയങ്കര പെട്ടെന്ന് പൊട്ടിപ്പോകും, ബ്രിട്ടിലാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സാധനങ്ങളാണ്. ഓക്കെ, സോ പിഗ് അയൺ 4% കാർബൺ ഉണ്ടായിരുന്ന പിഗ് അയണിന്ന് നമ്മൾ കുറച്ചും കൂടി റിഫൈൻ ചെയ്തു. എങ്ങനെ റിഫൈൻ ചെയ്തു? സ്ക്രാപ്പ് അയണും കോക്കും കൂടി വെച്ചിട്ട് സ്പെഷ്യൽ ഫേർണസിൽ നമ്മൾ കാസ്റ്റ് അയൺ ഉണ്ടാക്കി. കാസ്റ്റ് അയണിൽ 3% കാർബണേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ നമ്മൾ കുറച്ചും കൂടി പ്യൂരിഫൈ ചെയ്തപ്പോ റോട്ട് അയൺ എന്ന് പറയുന്ന സാധനം കിട്ടി. റോട്ട് അയണിൽ എന്താ? 0.2 to 0.5% കാർബണേ ഉള്ളൂ. ആൻഡ് വളരെ ചെറിയ ട്രേസിലുള്ള ഫോസ്ഫറസും സിലിക്കണും മാത്രമേ അതിലുള്ളൂ. സോ പിഗ് അയണിന് കാസ്റ്റ് അയൺ കിട്ടി, കാസ്റ്റ് അയണിന് റോട്ട് അയൺ കിട്ടി. റോട്ട് അയണിൽ 0.2 to 0.5% കാർബൺ മാത്രമേ ഉള്ളൂ.
ഇനി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് അയൺ എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി പഠിക്കാനുള്ളത് അലോയ്സ് ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് കാർബൺ ഉണ്ടായി, അല്ല ഇങ്ങനെ നമുക്ക് അയൺ ഉണ്ടായി. അപ്പൊ ഈ അയണില് അയണിൽ നിന്ന് നമ്മൾ സ്റ്റീൽ ഉണ്ടാക്കും. എങ്ങനെയാ സ്റ്റീൽ ഉണ്ടാക്കണമെന്ന് പറയാം, പല ടൈപ്പ് സ്റ്റീൽ ഉണ്ടാക്കും. ഒരു ടൈപ്പ് അല്ല, പല ടൈപ്പ് സ്റ്റീൽ ഉണ്ട്. അപ്പൊ എങ്ങനെ പല ടൈപ്പ് സ്റ്റീൽ വരണേ, നമുക്ക് കാർബണിന്റെ പെർസെന്റേജ് എത്രയാണോ, കാർബണിന്റെ പെർസെന്റേജ് വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഡിഫറെന്റ് സ്റ്റീൽസ് നമുക്ക് കിട്ടും. സോ 0.1 to 1.5% വരെ കാർബണിന്റെ ശതമാനം നമുക്ക് വേരി ചെയ്യിപ്പിക്കാൻ പറ്റും. അതിനനുസരിച്ചിട്ട് വേറെ സ്റ്റീൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാൻ ഇതേപോലെ തന്നെ അലോയ് സ്റ്റീൽസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പൊ അലോയ് സ്റ്റീൽസ് എന്ന് പറയുന്നത് എന്താ, ഈ പറയുന്ന പോലെ സ്റ്റീലില് വേറെ മെറ്റലും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അലോയ് സ്റ്റീൽസ് കിട്ടും. അപ്പൊ അലോയ് സ്റ്റീൽസിന് അതിൽ ഏത് മെറ്റലാണോ ആഡ് ചെയ്യുന്നത്, എത്രമാത്രം നമ്മൾ ആ മെറ്റൽസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് വേറെ പ്രോപ്പർട്ടിയാണ് ഉള്ളത്. അപ്പൊ കുറച്ച് അലോയ് സ്റ്റീൽസ് നമുക്ക് പഠിക്കാനുള്ള എന്തൊക്കെയാണെന്ന് അറിയാം. സ്റ്റെയിൻലെസ് സ്റ്റീല്. അപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീല് എന്തൊക്കെ മെറ്റൽ വെച്ചിട്ട് ഉണ്ടാക്കണേ, അയൺ, ക്രോമിയം, നിക്കൽ, കാർബൺ, ഇത്രയും സാധനം വെച്ചിട്ട് ഉണ്ടാക്കണം. അത് എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മുടെ വീട്ടിലെ പാത്രങ്ങളൊക്കെ, അപ്പൊ യൂട്ടൻസിൽസ് ഉണ്ടാക്കാനും ഈ പറയുന്ന പോലെ പാർട്സ് ഓഫ് വെഹിക്കിൾസ് ഒക്കെ ഉണ്ടാക്കാനും സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. എന്തുകൊണ്ടാണ് പാത്രം അങ്ങനെ ഉണ്ടാക്കണേ, ഭയങ്കര സ്ട്രോങ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യണം. അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ എൽനിക്കോ. അപ്പൊ എൽനിക്കോ അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് ആൻഡ് നാച്ചുറലി അയൺ വെച്ചിട്ട് ആണ് ഈ ഒരു അലോയ് വരുന്നത്. അപ്പൊ പേരിൽ നിന്ന് തന്നെ എന്തൊക്കെ കോമ്പണന്റ് ആണിത് നമുക്ക് കിട്ടും. സോ ഈ എൽനിക്കോ എന്ന് പറയുന്നത് ഭയങ്കര മാഗ്നറ്റിക് ഇൻ നേച്ചറാണ്. അതുകൊണ്ട് തന്നെ പെർമനന്റ് മാഗ്നറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ എൽനിക്കോ യൂസ് ചെയ്യും. അടുത്തത് നിക്രോ. നിക്രോ നോക്കിക്കഴിഞ്ഞാൽ അയൺ, നിക്കൽ, ക്രോമിയം, കാർബൺ. ഇതിൽ നോക്കിയാൽ അയൺ എന്താണെങ്കിലും ഉണ്ട്, നിക്കൽ, ക്രോമിയം, കാർബൺ. ഓക്കെ, സ്റ്റീലാണ്, അതുകൊണ്ട് അയണും കാർബണും എന്താണെങ്കിലും ഉണ്ട്. സോ അയൺ, നിക്കൽ, ക്രോമിയം, കാർബൺ ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ടാണ് നിക്രോം ഉണ്ടാക്കുന്നത്. ഈ നിക്രോമിന്റെയും സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെയും രണ്ടെണ്ണത്തിന്റെയും ഇത് സെയിം ആണ്. ഓക്കെ, രണ്ടെണ്ണത്തിന്റെയും മെറ്റൽസ് നോക്കിക്കഴിഞ്ഞാൽ സെയിം ആണ്. അപ്പൊ നിക്രോമിന്റെ പ്രത്യേകത എന്താ, ഹൈ റെസിസ്റ്റൻസ് ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പ്രത്യേകത സ്ട്രെങ്ത് ആണ്. അപ്പൊ ഈ നിക്രോം എവിടെയാ യൂസ് ചെയ്യണമെന്ന് അറിയോ, ഹൈ റെസിസ്റ്റിവിറ്റീസ് വേണ്ട സ്ഥലത്ത്, അതായത് ഭയങ്കരമായിട്ട് ചൂടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അയൺ ബോക്സിന്റെ ഉള്ളിലും ഹീറ്റിംഗ് കോയിൽസിന്റെ ഉള്ളിലും ഒക്കെയാണ് ഈ നിക്രോം നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഒരേ മെറ്റൽ ആണെന്നുണ്ടെങ്കിലും ഡിഫറെന്റ് പ്രോപ്പർട്ടി കണ്ട് ഒരെണ്ണം ഭയങ്കരമായിട്ട് ചൂടാക്കാൻ കേപ്പബിലിറ്റി ഉള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിന്റെ ഡിഫറൻസ് വന്നത്, ഇങ്ങനെ പ്രോപ്പർട്ടി ഡിഫറൻസ് വന്നത്? കാരണം അതിന്റെ രണ്ട് കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, കോമ്പണന്റ് എലമെന്റ്സ് ഡിഫറെന്റ് ആയ പ്രോപ്പർട്ടി ഡിഫറെന്റ് ആവും. അതല്ല, പ്രൊപ്പോർഷൻ ഡിഫറെന്റ് ആയ അതിന്റെ കോമ്പണന്റിന്റെ പ്രൊപ്പോർഷൻ ഡിഫറെന്റ്. ഇതിൽ ചിലപ്പോൾ കാർബൺ കൂടുതലായിരിക്കും, ഇതിൽ ചിലപ്പോൾ കാർബൺ കുറവായിരിക്കും, ചിലപ്പോൾ നിക്കല് കൂടുതലായിരിക്കും, ചിലപ്പോൾ ഇവിടെ നിക്കല് കുറവായിരിക്കും. അപ്പൊ ഈ പറയുന്ന പോലെ എത്ര ശതമാനമാണ് ഓരോരോ മെറ്റൽസ് ആഡ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ട് ഇതിന്റെ പ്രോപ്പർട്ടീസ്, അലോയ്സിന്റെ പ്രോപ്പർട്ടി ഡിഫറെന്റ് ആയിട്ടുണ്ടാവും. സോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അലോയ്സ് ആർ പ്രിപ്പയർഡ് ബൈ ചേഞ്ചിങ് component elements and also by varying the proportion of the component elements. So difference എങ്ങനെയൊക്കെ വരും, varying proportion of the component element, also by changing the component elements. അതിനനുസരിച്ചിട്ട് അലോയ്സിന്റെ പ്രോപ്പർട്ടി ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാവും. സോ അടുത്ത വീഡിയോയിൽ we'll look at extraction of aluminum and refining copper.